എന്റെ ബാഗ്, ഷൂ, എന്ത് കഷ്ടം നോക്ക്. എന്റെ ടീഷർട്ടും ബാഗും ഷൂ ഒക്കെ. എന്നെ പറഞ്ഞാ മതി ചേച്ചി. ഷാജിയേട്ട 100 വട്ടം പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. ഞാൻ കേട്ടില്ല. ഞാൻ അങ്ങോട്ട് പറയണെന്താ ചേച്ചി കേൾക്കാത്തെ? വേണ്ടടാ, എനിക്ക് കേൾക്കണ്ട. നന്നാവില്ല എന്ന് സ്വയം തീരുമാനിച്ചവരെ ദൈവം തമ്പുരാൻ വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഈ ഒരു ഒറ്റ തവണത്തേക്ക് ക്ഷമിക്കണ്ടേ ചേച്ചി? ഇല്ലടാ, മതിയായി. എനിക്ക് ഇങ്ങനെ ഒരു അനിയൻ വേണ്ട. എന്റെ ചേച്ചി, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു തിരിമറി ചെയ്യേണ്ടി വന്നു. അതിനുള്ള പരിഹാരവും ഞാൻ തന്നെ ഉണ്ടാക്കിയില്ലേ? വാങ്ങിയ കാശ് ആ ലോറൻസിന് തന്നെ തിരിച്ചു കൊടുത്തിട്ട് ഞാൻ ആ സത്യം തെളിയിച്ചില്ലേ? പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ച് അളിയൻ നിരപരാധി എന്ന അയാളെ കൊണ്ട് തന്നെ ഞാൻ പറയിച്ചില്ലേ? ചോദിച്ചോക്ക്. അന്വേഷിക്കാൻ വന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സോറി മിസ്റ്റർ ഷാജി രാഘവൻ എന്ന് പറഞ്ഞ അളിയനെ പിടിച്ച് പഴയ സീറ്റിൽ തന്നെ ഇരുത്തിയിട്ടല്ലേ പോയത്? അതൊക്കെ അനുഭവിച്ച നാണക്കേടിന് പകരാവോ? പോട്ടെ ഉമ്മലേ, അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള യോഗം ഉണ്ടാവും. അത് മാറിക്കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. അതെ, എന്നാലും എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. പോട്ടെ, സാരമില്ല. സാരമില്ലെന്നേ. നീ പോയി കുളിച്ച് വേഗം ജോലിക്ക് പോകാൻ നോക്കും. ഐജി 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. വേണ്ടളിയ, ഞാൻ എത്ര പറഞ്ഞിട്ടും ചേച്ചി, ഞാൻ പൊക്കോളാം. ഇനി ഒരിക്കലും ഞാൻ നിങ്ങൾക്കൊരു ഭാരാവില്ല. അമ്മേ, വേണ്ട, നീ ഒരിടത്തേക്ക് പോണ്ട. ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ. നീ വേഗം കുളിച്ചു വാ, ഞാൻ കാപ്പി എടുത്തു വെക്കാം. അല്ല, കുളിച്ചിട്ട് വാ, കാപ്പി കുടിക്കാം. ഇതെന്താണെന്ന് മനസ്സിലായില്ല. തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡറാ. പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ സാറേ? പിന്നെ എന്നോട് എന്തിനാ ഇങ്ങനെ? പ്രശ്നങ്ങളൊക്കെ തീർന്നെന്ന് വെച്ച് ഞാൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദത്തിന് ആര് സമാധാനം പറയും? എനിക്കപ്പം വല്ല ഹാർട്ട് അറ്റാക്കും വന്നിരുന്നെങ്കിലും. എനിക്കിപ്പോ വല്ല ഹാർട്ട് അറ്റാക്ക് വന്നാലോ? തന്റെ ശവമടക്ക് ഞങ്ങൾ ഭംഗിയായിട്ട് നടത്തും. അത് ശരി. ആ. അപ്പോഴേ ഞാൻ ശരിയാക്കി തരാം. സാറൊന്ന് മുൻസീറ്റിലിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാനൊരു ഡ്രൈവറാണെന്ന് കാണുന്നവർക്ക് തോന്നണ്ട. കാണുന്നവർക്ക് അങ്ങനെ തോന്നിയാൽ എന്താ കുഴപ്പം? അല്ല, അച്ഛൻ പേരെടുത്ത റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്റർ, അളിയൻ എഞ്ചിനീയർ, ഹൗസ് വൈഫ് ആണെങ്കിലും ചേച്ചി പോസ്റ്റ് ഗ്രാജുവേറ്റാ, ഞാനൊരു MCക്കാരൻ. അങ്ങനെയുള്ള ഒരാള് വെറും ഒരു ഡ്രൈവറാണെന്ന് കാണുന്നവർ വിചാരിച്ചാ. ഈ പാസിംഗിനിടയിൽ നിന്റെ കുടുംബചരിത്രം ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുന്നവര് നീ ഡ്രൈവർ ആയതങ്ങ് സഹിക്കും. അയ്യോ, ഇതവല്ലേ? ഏയ്, ഐജി, ഡ്രൈവറെ, യൂറിൻ പാസ് ചെയ്യാൻ പോയിരിക്കുകയാണ്. സോറി. സോറി സാർ. വണ്ടി തിരിച്ചു പോട്ടെ. ബാങ്കിൽ പോണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നീ കാണിച്ചതിനുള്ള ശിക്ഷ കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള ജോലികൾ. സാറേ, പ്ലീസ് സാറേ, ഞാനൊന്ന് മര്യാദയ്ക്ക് നോട്ടെ. ചെയ്തോണ്ടിരുന്ന ജോലി ഇട്ടേച്ചു പോകാൻ തോന്നുമ്പോ നിനക്ക് ഈ നിൽപ്പ് ഓർമ്മ വരണം. എന്റെ പൊന്നു സാറേ, സത്യമായിട്ട് ഞാൻ ചത്തു. എനിക്കൊന്നും ശീലമില്ല. ഇങ്ങനെയൊക്കെയല്ലേ ശീലമാകുന്നത്? ഈശ്വരാ. ഇത് വേണ്ട, പിടിക്കേ. ഈ അച്ചാറും തൊട്ടേക്ക്. വേണ്ട, നക്കുന്ന. ഈ മുട്ടന്ന് കഴിച്ചു. വേണ്ട, കഴിക്കുന്ന. ഈ സൽക്കാരം കൊണ്ടൊന്നും എന്റെ സങ്കടം തീരില്ല മോനെ. ഒരു 2 ദിവസം സമയം കൂടി എനിക്ക് താ. ചേട്ടന്റെ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കും. അതിനുള്ള വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു. നിന്റെ ചേച്ചി വഴിയായിട്ടുള്ള വർക്കാണെങ്കിൽ എനിക്ക് വിശ്വാസമില്ല. നടന്ന് കഴിഞ്ഞാ വിശ്വാസമാവോ? നോഴിക്ക്. ആ ബോണറ്റും തുറന്നേ. നീ ആ 11 എടുത്തു.
ഗണപതി, നീ എന്താ ഇവിടെ? ഞാനിപ്പോ ഇവിടെയാ. അല്ല, അപ്പൊ ആ സോഡ ഫാക്ടറിയിലെ പണി? അത് പോച്ച് ബാലവേല പാടില്ലെന്ന് പറഞ്ഞ് കുറെ സാർമാര് വന്ന് അവിടെ നിന്ന് ഒരേ ബഹളം. അവരെ പേടിച്ച് ഇതിന്റെ ഉള്ളിൽ വന്ന് ഒളിച്ചതാ. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നോളാൻ, പണിയും പഠിക്കാലോ. സ്പാനർ കൊണ്ട് കൊടുക്ക്. ആ. അത് ശരി, ഉണ്ടായിരുന്ന പണിയും കളയിപ്പിച്ചിട്ട് ഇപ്പൊ ഇതാ പരിപാടിയല്ലേ? അയ്യോ, ഇതൊരു രസത്തിന്. ദേ, നിനക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസും എടുത്തോ. അയ്യടാ, ഒരു കുത്തു ചെന്നുണ്ടല്ലോ. എടി, ഇവൻ നമ്മളാടടി, കുഴപ്പമില്ല. എന്നാ ഒരു താറാമട്ട കഴിക്കും. ഇത് വേണേ കഴിക്കാം. വേണമെങ്കിൽ ഇതിനൊരു വലിയ വലിച്ചോ. ചുമ്മാ ഇരിക്കുന്നു. ചില ദിവസം രാത്രി ഞങ്ങൾ ഒരുമിച്ച് കൂടും, ബീഫൊക്കെ വറുത്ത്. ഇവള് മാർഗംകളിയിലെ പാട്ടുകൾ പാടും, ചിലപ്പോ ചോടും വെക്കും. ഒത്തുപീടിച്ചവർ കപ്പൽ കേറി. ഈ മനുഷ്യന് എന്തോ പറ്റി? ഞങ്ങൾക്ക് ഞങ്ങള് മാത്രല്ലേ ഉള്ളൂ. എന്റെ സന്തോഷം കാണാൻ ഇവള്, ഇവളുടെ സന്തോഷം കാണാൻ ഞാൻ. രണ്ടുപേരുടെ സന്തോഷം കാണാൻ ഒരു ദിവസം മോള് ഗുജറാത്തിൽ നിന്ന് വരും. സിസിലി വന്നാ പെട്രോൾ ഒഴിച്ച് കത്തിക്കും ഞാൻ. അതവക്ക് നന്നായിട്ട് അറിയാം. ഒന്ന് പോചടത്തി. പെൺകുട്ടികൾ ഇഷ്ടമുള്ളവരുടെ കൂടെ ഒളിച്ചോടി പോകുന്ന ലോകത്തിൽ ഇത് ആദ്യമായിട്ടാ. അവള് നാളെ മക്കളെയും കൂട്ടി വന്ന് ആ കൊച്ചുങ്ങളെയും കൊണ്ട് വിളിപ്പിക്കും വെല്ലുമെച്ചിന്ന്. ആ ഒറ്റ വെളിയിൽ ഒരുങ്ങി പോകാവുന്നുള്ളൂ ദേഷ്യമൊക്കെ. പിന്നെ ഗുജറാത്തുകാരന് ജനിച്ച മക്കളല്ലേ മലയാളത്തില് വല്യമ്മച്ചി വല്യപ്പച്ചാന്ന് ഇമ്മണി വിളിക്കും. ആരും ഒന്നും വിളിക്കണ്ട, ഇങ്ങോട്ട് വരികയും വേണ്ട. കൊല്ലം 4 പോയിട്ട് ഒരില്ലെങ്കിൽ ഒരു 2 വരി അപ്പച്ച അമ്മച്ചി എന്നോട് ക്ഷമിക്ക്. അതവക്ക് തോന്നിയില്ലല്ലോ. രാത്രി ഫോൺ അടിച്ച ഇപ്പോഴും നെഞ്ചത്തൊരു പിടച്ചില്ല. നമ്മളെ വേണ്ടാത്തോരെ നമുക്ക് എന്തിനാ ശോശാമേ? നീ ഇതങ്ങോട്ട് വലിച്ച് കണ്ണടക്കല. ഞാനൊന്നും കാണുന്നില്ലേ. ഇതിൽ ജോൺ മാത്യു സാറിന്റെ സിഗ്നേച്ചർ വേണം. 4 വെച്ച് ഈ പ്രൈവറ്റ് സെക്രട്ടറി ഒപ്പിട്ടാ പോരെ? അക്കൗണ്ട് അങ്ങനെ വരില്ലേ? ഓ, അങ്ങനെ ഒരു അങ്ങനെ ഒരു കുഴപ്പം. എന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശല്ല ഞാൻ എടുത്തു കൊടുത്തത്. ഹെഡ് ഓഫീസിന് എക്സ്പ്ലനേഷൻ ചോദിച്ചു ചോദിച്ച് എനിക്കിവിടെ ഇരിക്കാൻ പറ്റാതായി. അവധി 3 എണ്ണം കഴിഞ്ഞു. ലീഗലി ഇനി ഞങ്ങൾ ജപ്തിക്ക് മൂവ് ചെയ്യേണ്ടതാ. സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാ അത് ചെയ്യാത്തത്. എല്ലാരും കൂടി വല്ല പോയിസിനോട് തടിച്ചേച്ച് ഇതിന് കാരണക്കാരൻ ബാങ്ക് മാനേജറാണെന്നൊരു കത്ത് വിളിച്ചിട്ടങ്ങ് പോയാലേ ഞാൻ തൂങ്ങും. ഇവിടെ നിന്ന് സെന്റിമെന്റ്സ് അടിക്കാതെ പോയി എത്രയും പെട്ടെന്ന് കാശ് എത്തിക്കാൻ നോക്ക്. എന്താ എന്താ അവിടെ പ്രശ്നം? അല്ല, ഞാൻ അറിയാൻ വിരോധമില്ലാത്താണെങ്കില്. വിരോധമുണ്ട്. അമ്മയുടെ മുന്നെഴുന്നേറ്റോ? കരയുവാണോ? വന്നേ. ഓ, കരയാതെടാ. ഓ, കരയില്ലേ? ആഹാ, മോന്റെ ചെറിയമ്മ വന്നല്ലോ. മോന്റെ പാദസരം നന്നാക്കി കിട്ടിയാനു? മറന്നിട്ടുണ്ടാവൂല്ലേ? മറന്നല്ല, ഞാൻ അങ്ങോട്ട് പോയില്ല. എനിക്കറിയാം നീ പോവില്ലെന്ന്. നിന്റെ കാര്യമല്ലല്ലോ. കണ്ടോമ്മേ, കഴിഞ്ഞ തിങ്കളാഴ്ച ശരിയാക്കി വെക്കാന്ന് പറഞ്ഞതാ മോന്റെ പാസരം. ടൗൺ വരെ പോയ നിലയ്ക്ക് അവക്കൊന്ന് വാങ്ങിട്ട് വരായിരുന്നില്ലേ? അതെന്താ മോളെ വാങ്ങാതിരുന്നത്? എനിക്ക് മനസ്സുണ്ടായില്ല. മനുഷ്യൻ ഇവിടെ തലയ്ക്ക് തീ പിടിച്ച് നിൽക്കുമ്പോഴാ ആ ബാങ്ക് മാനേജർ ചീത്ത മുഴുവൻ കേട്ടിട്ടാ ഞാൻ വരുന്നത്. എത്ര പേരെ മുമ്പ് വെച്ചിട്ടാണെന്നറിയോ? ആളുകൾ ലോൺ എടുക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നല്ല. അച്ഛന്റെ ശമ്പളം കുടിച്ച് കിട്ടുമ്പോ നമ്മളതങ്ങ് തീർക്കും. അപ്പോഴേക്കും താമസം തെരുവിലേക്ക് മാറ്റേണ്ടി വരും. അവരിനി അവധി തരില്ലേ മോളെ? കുറച്ചെങ്കിലും പണം ഉടനെ അടക്കേണ്ടി വരും അമ്മേ. ഇനിയുള്ള കാലെങ്കിലും കരുതലോടെ ജീവിച്ചില്ലെങ്കിൽ. ഇത്രയും കരുതലുള്ള ആളാണോ ആരോ തന്ന ബിസ്ക്കറ്റ് വാങ്ങിക്കഴിച്ച് കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണവും കാശും ഒക്കെ കളഞ്ഞിച്ചു വന്നത്? ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. ആന്റിബയോട്ടിക്സ് 5 ദിവസം കൂടെ കഴിക്കാൻ പറഞ്ഞു. അച്ഛൻ എവിടെ അമ്മേ? അത് ശരി, ഓലപ്പമ്പരം ഉണ്ടാക്കി കളിക്കാൻ പറ്റിയ പ്രായം. പ്രായം കൂടുന്തോറും മനുഷ്യര് കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകുമെന്ന ചില അപ്പൂപ്പന്മാരെ കണ്ടിട്ടില്ലേ? വായില് പല്ലൊന്നുമില്ലാതെ കുഞ്ഞുങ്ങളെ പോലെ. ഏതായാലും എന്റെ അച്ഛൻ അതിനുള്ള പ്രായമായിട്ടില്ല. ഹോസ്പിറ്റലിൽ പോയപ്പോ ഇന്നൊരു നഴ്സ് ചോദിക്കാ. എന്ത്? വേണ്ട, അതിനും കേട്ട് സൂഹിക്കണ്ട. പറയടി. ഞാൻ പറയില്ല. എന്നാ പറയണ്ട. ദേ, അന്ന് കൂടെ വന്ന എന്റെ ചേട്ടനായിരുന്നോന്ന്. ഓടി പൂളു പഠിക്കാം. ഡോക്ടർ എന്ത് പറഞ്ഞു? മിക്കവാറും ഓപ്പറേഷൻ വേണ്ടി വരില്ല അച്ഛാ. യു ആർ ഇംപ്രൂവിംഗ് ലൈക്ക് എനിത്തിങ്. പിന്നെ അച്ഛന്റെ മറ്റേ പേടിയും വേണ്ട. ബാങ്കിന്റെ കടം മാനേജർ എന്നോട് നേരിട്ട് പറഞ്ഞു, വിജയൻ സാറിന് എന്ന് തരാൻ പറ്റൂ അന്ന് മതിന്ന്. അപ്പോ ജപ്തി എന്ന് പറഞ്ഞ ഒരാളെ വിട്ട് വരട്ടിയതോ? അയ്യോ, അതിനങ്ങനെ ഒരു 100 സോറി പറഞ്ഞച്ചാ. ഇതൊന്നും മാനേജർ അറിഞ്ഞിട്ടില്ല അത്രേ. സത്യം അല്ല, കള്ള. വാ, എഴുന്നേക്ക്.
ഒരുമ്മന്നേ അച്ചോ വേണ്ട കുട്ടാ. കുട്ടാ ദേ അച്ഛ വന്നടാ. മോനെ ഞാൻ വിചാരിച്ച പോലെ സ്ഥലം മാറ്റം വാങ്ങിയങ്ങ് പോയെന്ന്. ആ വേറെ ആരെങ്കിലും ആണെ അതേ ചെയ്യൂ. പടികേറാൻ അനുവാദമില്ലല്ലോ. ഭിന്നത്തിന് വരുന്നേ. നാട്ടിൽ പോയിരുന്നോ? അവിടെ കാരുടെ റൂമൊക്കെ തയ്ച്ചിരിക്കുന്നു. കരച്ചിലും വിളി പറഞ്ഞു നോക്കാൻ 2 ദിവസം കൂടി നിൽക്കേണ്ടി വന്നു. ആ നീ പറഞ്ഞ കളർ കിട്ടിയില്ല കേട്ടോ. അത് മൈസൂർ സിൽക്കിലേ കിട്ടുള്ളൂ. എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇത് മതി. ഇഷ്ടപ്പെട്ടോടി? അയ്യോ ഇവന്റെ പാസനം കിട്ടിയില്ലടി. പോയി വാങ്ങിക്കാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ? അനുവിനോട് ഞാൻ ഇനി ഒന്നും പറയില്ല. പറ്റിയ നാളെ ഞാൻ തന്നെ പോയി വാങ്ങിച്ചോളാം. എന്നാ പിന്നെ ഉച്ചയ്ക്ക് ഇറങ്ങ. മോനെ അമ്മയുടെ കൊടുത്തിട്ട്. എന്തിനാ? നീ വാ പറയാം. ഉണ്ടാക്കിയ ചീത്തപ്പേരൊന്നും പോരെ? നിന്നോട് ആരാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അത് അവിടെ ചോദിക്ക്. ഞാൻ എന്റെ കൊച്ചിനെ കാണാൻ വന്നതാ. കൊച്ചിനെ കാണാൻ രാത്രി 10 മതിക്കാണ് വരുന്നത്. ഓ പകല് വന്ന നിറപറ നിലവിളക്ക് വെച്ച് സ്വീകരിക്കല്ലേ? സ്വീകരിച്ചേനെ. വേറെ ഭാര്യയും പിള്ളേരും ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ. അത് ഞാൻ സഹിച്ചു. അനു അച്ഛൻ ചോദിക്കുന്നു ആരാ അവിടെന്ന്. നീ നാളെ എവിടെന്നെങ്കിലും എന്നെ ഒന്ന് വിളിക്കും. ഞാൻ ഓഫീസിൽ കാണും. ഇന്നാച്ചാ ഗുളിക കഴിക്കും. എത്ര കണ്ടാലും മതിയാവില്ല ഈ മഴ. പണ്ട് നിന്നെ അമ്പിളിയെ സൈക്കിളെടുത്ത് സ്കൂളിൽ നിന്ന് കൊണ്ടുവരുമ്പോ ഇടയ്ക്ക് മഴ പെയ്യാറുള്ളത് ഓർമ്മയുണ്ടോ? എവിടെയെങ്കിലും കയറി നിൽക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും സമ്മതിക്കില്ല. മുഴുവൻ നനഞ്ഞ് വീട്ടിലെത്തുമ്പോ അമ്മയുടെ വഴക്ക്. എന്നാലും അതൊരു രസമായിരുന്നു. കാറ്റത്ത് മുഖത്തേക്ക് മഴത്തുള്ളികൾ ആഞ്ഞടിക്കുമ്പോൾ ആരോ ഇക്കിളിയാക്കുകയാണെന്ന് തോന്നും. ഓർമ്മയില്ലേ മോക്ക്? ഇപ്പൊ എന്താ വേണ്ടേ അച്ഛന്? അന്നത്തെ പോലെ നമ്മൾ 3 പേര് സൈക്കിളിൽ പോണോ? അതൊന്നും വേണ്ട. പക്ഷേ കുറച്ചു നേരം മഴയത്തിറങ്ങി നിൽക്കാൻ ഒരു കൊതി. ചുറ്റും മഴ പെയ്യുന്നത് കണ്ട് വേദനയും വിഷമങ്ങളും ഒക്കെ മറന്ന് ഇനിയൊരു മഴക്കാലത്തിന് ഞാനുണ്ടാവൂന്ന് അറിയില്ലല്ലോ.